നമുക്കൊരു മറ്റു വാർത്തയിലേക്ക് പോകണം. എറണാകുളത്ത് ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസിയതിന് ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ക്രൂരമർദ്ദനം. പഴനിയിൽ തീർത്ഥാടനം കഴിഞ്ഞ് തിരുവല്ലയ്ക്ക് മടങ്ങിയ സംഘമാണ് ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആലുവ മുട്ടത്ത് വെച്ച് ഈ സംഭവം. ട്രക്കിന്റെ ചില്ലുകളും അക്രമികൾ തകർത്തു. ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന രാജേഷ് എന്നയാളെ ആലുവ പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇപ്പോൾ എറണാകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. ട്രക്ക് ഉരസിയതിനാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ഡ്രൈവർക്കും ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കുമൊക്കെ മർദ്ദനമേറ്റത്. ഈ തീർത്ഥാടക സംഘത്തിലെ ഒരാളെ മാത്രമാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിക്കാൻ ഇവർക്ക് പ്രകോപനമായത് ഈ ഒരു ചെറിയ സംഭവം മാത്രമാണോ? അതാണോ പോലീസ് പറയുന്നത്? രഞ്ജിത്ത്, ഈ ആലുവ മുട്ടം ഭാഗത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസുകയും അതിനുശേഷം ഇവരെ നിർത്താതെ പോവുകയും ചെയ്തതിനു ശേഷം പിന്നീട് ഇവർ പിന്തുടർന്ന് ഈ ടൂറിസ്റ്റ് ബസ് യാത്രക്കാർ പിന്തുടർന്ന് അതിവേഗത്തിലാണ് പിന്തുടർന്ന് വന്നാണ് ഈ ട്രക്ക് ഡ്രൈവറെയും അതിലുണ്ടായിരുന്ന മറ്റ് സഹായിയെയും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ച ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലുകളൊക്കെ എറിഞ്ഞുടയ്ക്കുകയും അതിന്റെ ക്യാബിനറ്റിനുള്ളിൽ വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ രാജേഷ് എന്ന് പറയുന്ന ആളെ ആദ്യം പോലീസ് കസ്റ്റഡി ഇതേ തുടർന്ന് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ വ്യക്തമായതിനെ തുടർന്ന് കുറച്ച് ആ യാത്രയിൽ ഉണ്ടായിരുന്ന 1-2 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ്. ഈ രാജസ്ഥാൻ സ്വദേശികളായ മാവിർ അതുപോലെ സരവൺ എന്നിവരാണ് മർദ്ദനത്തിനിരയായത്. ഇവരെ 2 പേരെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. നിലത്തിട്ട് ചവിട്ടുന്ന സാഹചര്യത്തിലേക്ക് ഇവരെ പോയിട്ടുണ്ട്. എന്തായാലും ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഉരസിയതാണ്, ട്രക്ക് ഉരസിയിട്ട് നിർത്താതെ പോയതാണ് മർദ്ദന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അത്തരത്തിലാണ് വ്യക്തമാക്കുന്നത്. ഇത് ഇവരെ യാത്രക്കാരെ ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പ്രകോപിതരാക്കുകയും അവർ പിന്തുടർന്ന് ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു. പഴനിയിൽ പോയിട്ട് തീർത്ഥാടന യാത്ര നടത്തിയിട്ട് തിരിച്ച് തിരുവല്ലയിലേക്ക് പോകുന്ന ടൂറിസ്റ്റ് സംഘമായിരുന്നു അത്. ഇവരുടെ അതായത് ഈ ഇടപെടൽ മൂലം ഡ്രൈവർക്കും അതുപോലെ ക്ലീനർക്കും വലിയ പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. ഇവരെ 2 പേരെയും ആലുവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ്. ഇവരുടെ മൊഴിയിൽ നിന്നുമാണ് ഇത്തരത്തിൽ ആണ് സംഭവിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം യാത്രക്കാരിൽ നിന്നും, അതായത് ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാജേഷ് എന്ന ആളെ ആണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതേ തുടർന്ന് ഈ ഒരു അതായത് വാഹനത്തിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് ആലുവ പോലീസ് വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും ഈ റോഡിലുണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങൾ ഇത്തരം വലിയ അക്രമമായ സംഭവങ്ങളിലേക്ക് മാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിനെതിരെ കർശന നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ആലുവ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒരു ഉരസലാണ്, അപകട സാധ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ ഉരസിയിട്ട് അവർ നിർത്താതെ പോയി എന്നുള്ളതാണ് പ്രകോപനപരമായ കാര്യം. അതെപ്പോഴും ഇത്തരം റോഡ് വാഹനാപകടവുമായി ശേഷമുണ്ടാകുന്ന തർക്കങ്ങൾ, അപരിചിതർ തമ്മിലുണ്ടാകുന്ന വലിയ തർക്കങ്ങൾ, ഇങ്ങനെ ഈ വാഹനം നിർത്താതെ പോകുമ്പോഴും അല്ലെങ്കിൽ വാഹനത്തിൽ തട്ടി എന്തെങ്കിലും വാഹനത്തിൽ സ്ക്രാച്ച് ഉണ്ടാകുമ്പോഴും ഒക്കെ അത് വലിയ പ്രശ്നങ്ങളായി മാറുകയും അക്രമാസക്തമായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും സംഭവങ്ങളും നിരവധിയാണ്. അതിനൊരു തടയിടൽ എന്നുള്ള നിലയിൽ കൂടി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കുന്നത്. കാരണം ഇത്തരം നിരവധി സംഭവങ്ങളാണ് ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ അക്രമ സംഭവങ്ങളായി മാറുന്നതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സംഭവം ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായതാണ്. ഇന്ന് പുലർച്ചെയാണ് ഇത്ര വലിയൊരു അക്രമമൊക്കെ അവർ അഴിച്ചുവിട്ടത്. ഈ സ്ത്രീകളടക്കമുള്ള ആളുകളെ ദൃശ്യങ്ങൾ കാണാം. ഈ സ്ത്രീകളും
ഈ തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരടക്കം ഈ അക്രമങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ ട്രക്ക് ഡ്രൈവറെ അടക്കം അടിക്കുന്നതിലും ചില്ല് തകർക്കുന്നതിലും മറ്റും ഇവരും പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലീസിൻ്റെയും മറ്റും സാന്നിധ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് ഇവർക്ക് കുറച്ചുകൂടി പ്രചോദനമായി. ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ സാധിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിനുശേഷമാണ് ആദ്യം കസ്റ്റഡി എടുത്ത് രാജേഷ് എന്ന് പറയുന്ന ആളെയാണ്. അതിനുശേഷമാണ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 4 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. കൂടുതൽ ആളുകളെ കസ്റ്റഡി എടുക്കുന്ന കാര്യം വാഹനത്തിൽ നിന്നുള്ള CCTV ദൃശ്യം ലഭിച്ച ശേഷം അതിൽ നിന്നും വ്യക്തതയുണ്ടാകും, കൂടുതൽ വ്യക്തതയുണ്ടാകും. കൂടുതൽ ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ, എടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നത്. നിലവിൽ സ്ത്രീകളെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. സ്ത്രീകളും ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമുക്ക് CCTV ദൃശ്യങ്ങളിൽ കാണാം. അത് പ്രധാനമായും ഈ ടൂറിസ്റ്റ് ബസ്സും ട്രക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സിലുള്ള മറ്റ് യാത്രക്കാരെ സുരക്ഷിതമായി പോകാൻ അനുവദിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 4 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. രാജേഷ് എന്ന ആളെയായിരുന്നു ആദ്യം കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഈ മറ്റു ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതിന് മറ്റാരെങ്കിലും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരാനുണ്ട് പോലീസിന്. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകുക. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എറണാകുളത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ട്രക്കിൻ്റെ ചില്ലുകളടക്കം തകർക്കുകയാണ് ഈ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന സംഘം. ഈ ടൂറിസ്റ്റ് ബസ്സിൽ ട്രക്ക് ഉരസിയതിനെ തുടർന്നാണ് ഇത്തരമൊരു അക്രമ സംഭവങ്ങളിലേക്ക് ബസ്സിൽ വന്നവർ തിരിഞ്ഞത്. തിരുവല്ലയിലേക്ക് മടങ്ങിയ സംഘം, തീർത്ഥാടനം പഴനിയിൽ പോയിട്ട് തിരുവല്ലയിലേക്ക് മടങ്ങിയ സംഘമാണ്. സ്ത്രീകളടക്കമുള്ള സംഘാംഗങ്ങളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരെല്ലാം കൂടി ചേർന്നാണ് ഈ ട്രക്ക് ഡ്രൈവറെ മർദ്ദിക്കുകയും തുടർന്ന് ട്രക്കിൻ്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും മറ്റും ചെയ്തത്. ദൃശ്യങ്ങളിലേക്ക് ഒരു വീടെടുത്തോ ചില്ല് വിളിക്കുന്ന കാര്യമൊന്നുമില്ല. അത് തന്നെ വണ്ടി കിട്ടുന്ന ഒരു വണ്ടിയല്ലേ കിട്ടിയത്. ആ ചില്ല് വിളിക്കായിരുന്നു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. 5:30 കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.